കുറേ നാളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. മാപ്പിൽ നോക്കിയപ്പോൾ അടുത്തൊരു പാർക്കുണ്ട്. ഇന്ന് കുറച്ച് നടക്കാം, കുറച്ച് എക്സസൈസ് ആവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ പാർക്കിലോട്ട് ഇറങ്ങി. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടാവും. പാർക്കിൽ ഒരു മനുഷ്യമില്ലാത്ത പോലെ ചുറ്റും കുറേ ചെടികളും പൂക്കളും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഈ അനാഥ പാർക്കിൽ കൂടെ നടന്ന് ഞങ്ങൾ ഈ പാർക്കിലെ വാട്ടർ തീം ഏരിയയിലോട്ട് വന്നെത്തി. തണുപ്പായതുകൊണ്ട് ഇവിടെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഈ പാർക്കൊന്ന് ആക്റ്റീവായി വന്നെങ്കിൽ ഇനി 2 മാസം എടുക്കും. കുറച്ചു നേരം ആ ഊഞ്ഞാലയിലാടിയിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പുറയും ഇപ്പുറയും ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്നത് മണ്ടത്തരായോ എന്ന് തോന്നി. എന്തായാലും വന്നൂലോ, ഉള്ളത് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ട് നടന്നപ്പോഴാണ് ഒരു ഗുഹ കണ്ടത്. അകത്ത് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗുഹയിലോട്ട് നടന്നു. അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായ അതൊരു അമ്പലമായിരുന്നു എന്ന്. നമ്മുടെ നാട്ടിൽ സാധാരണ ദൈവത്തിന് കൊടുക്കുന്നത് പൂക്കൾ, പാല് അങ്ങനത്തെ സാധനമാണെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ്. കുറേം കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായ അവിടെ കുറേ സിഗരറ്റും വെച്ചിട്ടുണ്ടെന്ന്. സിഗരറ്റ് കൊടുത്ത് ദൈവത്തിനെ കമ്പനി ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു തോന്നണേ. ഇവിടുത്തെ ദൈവങ്ങൾ കമ്പനി അടിക്കാൻ പറ്റിയ ടൈപ്പായിരിക്കും. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഫ്രൂട്ട്സോ സിഗരറ്റോ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി ഉള്ളിലോട്ട് നടന്നു. അപ്പോഴാണ് അങ്ങ് ദൂരത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടത്. ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ ആൾക്കാർ പേടിച്ച് നടക്കുന്നുണ്ട്. ചൈനയിൽ വന്നിട്ട് ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടാവും. ഇവിടെ എല്ലാ മൂലയ്ക്കും ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതൊക്കെ വക വയ്ക്കാതെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞങ്ങൾ ചെന്നെത്തിയത് ഒരു തടാകത്തിലാണ്. കുറച്ചു നേരം അതും അതിൻ്റെ ചുറ്റുള്ള പരിസരവും നോക്കി നടന്നു. ഇപ്പോൾ ഏകദേശം ഉച്ചയായി. പയ്യെ ഒന്ന് വിശന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ പരിപാടി മതിയാക്കി നമുക്ക് തിരിച്ചു നടക്കാമെന്ന് പറഞ്ഞു. ആ പാർക്കിൽ നിന്ന് ഇറങ്ങി ഒരു ബൈക്ക് എടുത്ത് ഞങ്ങൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ് റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഇവിടെ എപ്പോൾ പോയാലും നല്ല തിരക്കാണ്. ഇവിടെ ഇരുന്ന് നൂഡിൽസ് കഴിച്ച് ഞങ്ങൾ പുതിയൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബസ് പിടിച്ച് യാത്ര തുടങ്ങി. അതിൻ്റെ വിശേഷം അടുത്ത ദിവസം പറയാം. ബൈ.